ബഹുമാനപ്പെട്ട AP ഉസ്താദ് ക്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാളിന് വന്നു. ഞങ്ങളന്ന് ദർസിലെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ വാള് കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ കയറി. ഉസ്താദിൻ്റെ കൈ പിടിച്ച് പേടിച്ചാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹാഫിളാണോ? ഞാൻ പറഞ്ഞു അതെ. അങ്ങനെയാണ് കാരന്തൂർ മർക്കസിലേക്ക് എനിക്ക് ഹാഫിൾ ഉസ്താദായിട്ട് ക്ഷണം കിട്ടിയത്. അൽഹംദുലില്ലാഹ് 2.25 വർഷം 3 വർഷത്തോളം മർക്കസിൽ പഠിപ്പിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ബാബ ഉസ്താദാണ് വേദിയിലേക്ക് വന്നത്. ഇന്നിവിടെ വന്നത് കൊണ്ട് ഒരുപാട് ആലിമീങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. മർക്കസിലെ ആദ്യത്തെ വിദ്യാർത്ഥി, രജിസ്റ്ററിൽ പേരെഴുതിയ വിദ്യാർത്ഥി മർഹൂം TC മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ TC അബ്ദുള്ളയായിരുന്നു. കൊച്ചുകുട്ടി, അത്രയേ ഉള്ളൂ. രണ്ടാമത് അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ AP ഉസ്താദിന്റെ മകൻ. മൂന്നാമത്തെ ഹാഫിളാണ് കൗസർ സക്കാഫി, ഇപ്പം മർക്കസിലെ ഹാഫിൾ ഉസ്താദ്. കുറച്ചുകൂടി പറഞ്ഞാൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, അത്രേ ഉള്ളൂ. എറണാകുളം സമ്മേളനത്തിൽ ഖിറാഅത്ത് നടത്തിയ ഉസ്താദാണ് ഞാൻ. അങ്ങനെ ഒരു സംഭവം കൂടി, അത് ഞാൻ എൻ്റെ കോട്ടയം പ്രസംഗത്തിൽ പറഞ്ഞില്ല. കാരണം ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയെ ഞാൻ ബഹുമാനിക്കുന്നു. സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകായ തങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ സമസ്തയിൽ വന്നത്. അന്ന് തങ്ങൾ 10 കൊല്ലം മുമ്പ് ഖജാൻജിയായിരുന്നു സമസ്തയുടെ. എൻ്റെ ഒരു CD കൊണ്ടോട്ടിയിൽ വെച്ച് തങ്ങളാണ് പ്രകാശനം ചെയ്തത്. നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വരിയെന്ന് പറഞ്ഞു തങ്ങൾ ക്ഷണിച്ചു. ഞാൻ പോയപ്പോൾ തങ്ങൾ പറമ്പിൽ കൈക്കോട്ടെടുത്ത് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, ബനിയനും ഇട്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇതുപോലെ കാശുനട്ടും ഈത്തപ്പഴമൊക്കെ തന്നു. ഞാൻ തങ്ങൾക്കൊരു ഹദിയ കൊടുത്തിട്ട് മേടിച്ചില്ല. നിങ്ങൾക്കാണ് ഹദിയ തരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാനും കുമ്മനം ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും കബീർ ബാക്കവിയും നൗഷാദ് ബാക്കവിയൊക്കെ സമസ്തയിലേക്ക് വന്നത്. തെക്കൻ കേരളത്തിലൊക്കെ അങ്ങനെ സമസ്തയുടെ കമ്മിറ്റി ഫോം ചെയ്തത്. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ഇസുദ്ദീൻ കാമിലി സക്കാഫിയും മുഹമ്മദ് കുഞ്ഞ് സക്കാഫിയൊക്കെ ഈ സംഭവം എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു. എന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നവാസ് അഹ്സനി ഉസ്താദിന്റെ മഹലിലെ ഇമാമാണ് ഞാനിപ്പോൾ. കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർ വിള. ഒരു സഫിൽ 120 പേരാ. മുൻ MLA യൂനുസ് കുഞ്ഞ് സാഹിബ് 25 വർഷം പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? 120 പേര് നിൽക്കുന്ന ഒരു സഫ്, അങ്ങനത്തെ 15 സഫ്, അങ്ങനെയുള്ള 15 സഫും 2ാം നിലയിലും. വലിയ പള്ളിയാണ്, വലിയ മഹല്ല. വളരെ കാലം ആഗ്രഹിച്ച ഒരു ഖിദ്മത്താണ്. അല്ലാഹു തആല അതിലേക്ക് എന്നെ പടച്ചവൻ കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, ധൈര്യമായിട്ട് സുന്നത്തെ മാത്ത് പറയുകയും ചെയ്യാം. കൊല്ലൂർ വിളയിൽ ഞാൻ നിന്ന മിക്ക സുന്നി പള്ളിയിലും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ ഒന്നൊന്ന് പിടിച്ചു വലിക്കുമായിരുന്നു. പക്ഷെ കൊല്ലൂർ വിളയിൽ ധൈര്യമായിട്ട് അഹ്ലുസുന്ന പറയാം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നല്ല പാട്ടുകാരനായിരുന്നു.